അപ്പോൾ നമ്മൾ കണ്ടിട്ട് കുറേ ദിവസമായില്ലേ, കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഒരുപാട് തിരക്കുകളൊക്കെ ആയിരുന്നു കേട്ടോ. മക്കളെല്ലാവരും ഉണ്ട്, വീട്ടിൽ ഭയങ്കര തിരക്കും ബഹളമൊക്കെ ആയിരുന്നു. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാനൊന്നും ഒരു ഗ്യാപ്പ് കിട്ടിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ വലിയ മോൾക്ക് നല്ല അടിപൊളി ഡ്രസ്സുമായിട്ടാണ്. അവൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നൊരു കുർത്തി ബിറ്റാണ് കേട്ടോ. അതിങ്ങനെ കോട്ടൻ്റെ ബിറ്റ് കിട്ടുമല്ലോ, നമ്മൾ അങ്ങനെ വാങ്ങിയതാണ്. പാൻറ്റ്, ടോപ്പ്, ഷാളൊക്കെ ഉള്ള. അപ്പോൾ അതിലേക്ക് ഞാനൊരു മാച്ച് ചെയ്ത ലേസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് ഇങ്ങനെ കുർത്തി ഇടുക, അങ്ങനെ പാൻറ്റ് അങ്ങനെയൊന്നും ഇടുന്നത് വലിയ ഇഷ്ടമല്ല. അപ്പോൾ എന്നോട് പറഞ്ഞു ഏതെങ്കിലും ഡിസൈൻ മോഡലിൽ തയ്ക്കണം കേട്ടോ അമ്മച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ഈ ഒരു കുർത്തി ബിറ്റിനെ നമ്മളൊന്നൊരു പുതുതായി ഒരു ന്യൂ ലുക്കിലേക്ക് ആക്കിയാലോ എന്നുള്ള ഒരു ഇതിലാണ്. അപ്പോൾ ഈ ഒരു മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കട്ടോ. ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് എന്താ പറയുക സ്റ്റിച്ച് ചെയ്ത് നോക്കും. അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു ടോപ്പൊക്കെ തയ്ക്കാനുള്ള ഒരു ക്ലോത്താണിത്. ആ ക്ലോത്ത് കൊണ്ട് നമ്മൾ യോക്ക് ഭാഗം കട്ട് ചെയ്തെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ക്ലോത്തിനെ ഇങ്ങനെ നാലാക്കി മടക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ട് ആദ്യം അതിൻ്റെ ലെങ്ത്ത് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ യോക്കിൻ്റെ ലെങ്ത്ത് മോൾഡ് ചെയ്ത് 15 ഇഞ്ചാണ്. അതിലേക്ക് അര ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് 16 ഇഞ്ചാണ് ഞാനിപ്പോൾ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ 7.5 ഇഞ്ചാണ് ഞാൻ ഷോൾഡർ എടുക്കുന്നത്. അപ്പോൾ അതിവിടെ നിന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. അവിടെ നിന്ന് ഏകദേശം 1 ഇഞ്ച് താഴേക്കായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി നമ്മളിതാ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ചെരിച്ചൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഷോൾഡർ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ചെരിച്ച് വരക്കുമ്പോൾ നമുക്ക് ഡ്രസ്സ് ഇടുമ്പോൾ ഒരു കംഫർട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ സാധാരണ കോളറിനൊക്കെ വേണ്ടിയിട്ടാണല്ലോ അങ്ങനെ ചെയ്യാറ്. സാധാരണ നമ്മൾ കുർത്തിയൊക്കെ ചെയ്യുമ്പോഴും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഞാനങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ലൊരു കംഫർട്ട് ഉണ്ട്, അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. പിന്നെ ഞാൻ നേരെ താഴേക്ക് കൈക്കുഴിക്ക് വേണ്ടിയിട്ട് 7 ഇഞ്ച് ലെങ്ത്തിൽ അടയാളപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം നമ്മൾ 16 ഇഞ്ച് ലെങ്ത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് അവിടെ ഒരു ലൈനും വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ലെങ്ത്ത് ഏകദേശം മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതാ ഇവിടെ ഒരു കൈക്കുഴിക്ക് അടയാളപ്പെടുത്തിയ ഭാഗത്ത് നമ്മൾ ചെസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ചെസ്റ്റ് മോൾഡ് ചെയ്ത് 46 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ അതിനെ നമ്മൾ 4 ഭാഗമാക്കി. അപ്പോൾ 11.5 ഇഞ്ചുണ്ട്. അത് നമ്മൾ ആദ്യം അടയാളപ്പെടുത്തി കൊടുത്തു. പിന്നെ 2 ഇഞ്ചാണ് തയ്യൽ തുമ്പിട്ട് കൊടുത്തത്. അതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഒരു എൽ ഷേപ്പിൽ നമ്മൾ വരച്ച് കൊടുത്തിട്ട് കൈക്കുഴിയും കൂടി ഒന്ന് വരച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ കൈക്കുഴി നമ്മൾ വരച്ചിട്ട് നമുക്ക് എത്രയാണ് വേണ്ടതെന്നുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് അളന്ന് നോക്കണം. അപ്പോൾ കറക്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് കുഴിച്ച് വെട്ടിയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. പിന്നെ ഇനി ഇവിടെ ഇവളുടെ വേസ്റ്റിൻ്റെ ഭാഗത്ത് ആ ഒരു റൗണ്ട് എന്ന് പറയുന്നത് 40ആണ്. അപ്പോൾ അത് 4 ഭാഗമാക്കുമ്പോൾ നമുക്ക് 10 കിട്ടും. 10ലേക്ക് നമ്മൾ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് 12 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊക്കെ ഒന്ന് യോജിപ്പിച്ച് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇവിടെ ഈ താഴ്ഭാഗത്ത് ചെറുതായിട്ട് അവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഒന്ന് ചെരിച്ച് വരച്ച് കൊടുക്കാം. നമ്മൾ താഴേക്ക് ഇങ്ങനെ ഉള്ള ഭാഗങ്ങൾ 2 സൈഡിലേക്ക് തൂങ്ങി വരാതിരിക്കാനാണ് ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ചിട്ട് വരച്ചു കൊടുത്ത ഭാഗമൊക്കെ നമ്മൾ കട്ട് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ബ്ലാക്കാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കരുതി അതെടുക്കാം, സെയിം കളറില്ലായിരുന്നു കേട്ടോ. ഒരു 1/2 മീറ്റർ കിട്ടിയാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. എന്നിട്ട് നമ്മളിതാ അതേ അളവിൽ ആ യോക്കിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത അതേ അളവിൽ തന്നെ ലൈനിങ്ങും കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഞാൻ അതിൻ്റെ യോക്ക് ഭാഗത്ത് നമ്മുടെ ആ ഒരു മുൻഭാഗത്ത് ചെറുതായിട്ടൊരു ഡിസൈൻ വെച്ച് കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 16 ഇഞ്ച് ലെങ്ത്തിലും വീതി എടുത്തിട്ടുള്ളത് 6 ഇഞ്ചാണ് കേട്ടോ. ക്യാൻവാസ് രണ്ടാക്കി മടക്കിയിട്ട് 6 ഇഞ്ച് ലെങ്ത്തിൽ വീതിയും 16 ഇഞ്ച് ലെങ്ത്തിലും എടുത്തൊരു ക്യാൻവാസ് എടുത്ത് ഞാൻ നമ്മുടെ ആ പാൻറ്റിൻ്റെ ക്ലോത്തിലെ ലൈൻ വരുന്ന ക്ലോത്തിലൊന്ന് ഇതുപോലെ അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മാച്ച് ചെയ്തൊരു ലേസ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് വെച്ച് കൊടുത്ത ഒരു ഭംഗിയാണല്ലോ, അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്, അല്ലാതെ ഒന്നുമില്ല, ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. അപ്പോൾ ഞാനിതായത് ഒരു ലൈൻ പോലെയുള്ള ക്ലോത്ത് ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ നേരെ ഇങ്ങനെ ഇതുപോലെ വെച്ച് കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതാ ഇങ്ങനെ ചെരിച്ചോ ഒക്കെ വെച്ച് കൊടുത്താൽ ഇതിന് ഭംഗി കിട്ടും. പക്ഷേ ഞാൻ അങ്ങനെ നേരെ വെച്ച് കൊടുക്കാം, തുണിയുടെ മോഡലിനനുസരിച്ച് വെച്ച് കൊടുക്കാമെന്ന് കരുതി. പിന്നെ ഈ ഒരു തുണിയുടെ വീതി എന്ന് പറയുന്നത് 12 ഇഞ്ചാണല്ലോ. നമ്മൾ രണ്ടാക്കി മടക്കി 6 ഇഞ്ചല്ലേ. അപ്പോൾ അത് നിവർത്തുമ്പോൾ 12 ഇഞ്ചുണ്ട്. അപ്പോൾ അതിന് ഞാൻ 1.5 ഇഞ്ച് ഗ്യാപ്പിൽ ഇങ്ങനെ ഒരു അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ആ ഒരു ഗ്യാപ്പിലാണ് നമ്മൾ ലേസ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഏറ്റവും സൈഡിലുള്ള ഭാഗം നമുക്ക് ക്യാൻവാസിൻ്റെ കട്ട് ചെയ്ത് അപ്പുറപ്പുറമുള്ള ഭാഗം നമ്മൾ ഉള്ളിലേക്ക് മടക്കി തയ്ക്കാം. ബാക്കി ഈ അടയാളപ്പെടുത്തിയ ഭാഗത്തൂടെയൊക്കെ നമുക്ക് എന്താ വെച്ച് ലേസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. 2 സൈഡും ഉള്ളിലേക്ക് ഒരു 1/2 ഇഞ്ച് വീതിയിൽ മടക്കി തയ്ച്ചെടുക്കാം. അതുപോലെ ഈ ഒരു ഇങ്ങനെ നമ്മൾ 1.5 ഇഞ്ച് വീതിയിൽ അടയാളപ്പെടുത്തിക്കുന്ന ഭാഗത്തൂടെ
നമുക്ക് ലേസും കൂടി ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് വരാം. ഒന്നുമില്ല, ഒരു ഭംഗിയാണ്, നമുക്കൊരു ഒന്നും കൂടി ഒരു ചെസ്റ്റിൻ്റെ ഭാഗം ഒരു ഭംഗിയായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 2 സൈഡിലേക്കും ഉള്ളിലേക്ക് മടക്കി ക്യാൻവാസ് മടക്കി തയ്ച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി ഭാഗത്തൂടെ നമ്മൾ അടയാളപ്പെടുത്തിയ ഭാഗത്തൂടെ ലേസ് കറക്റ്റ് വെച്ച് ഇതുപോലെ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ യോക്ക് പാർട്ടിലേക്ക്, നമ്മുടെ ക്ലോത്തിലേക്ക് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം, ഫ്രണ്ട് പാർട്ടിലേക്ക്. അപ്പോൾ അതായത് ഞാൻ അങ്ങനെ നിവർത്തി വെച്ച് നമുക്കിതിൻ്റെ രണ്ടിൻ്റെയും, അതായത് യോക്ക് പാട്ടിൻ്റെ ആ തുണിയുടെയും ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗവും നമ്മുടെ ഈ ഒരു ക്യാൻവാസിൻ്റെ സെൻറ്റർ ഭാഗവും കറക്റ്റ് ഒരുമിച്ച് കറക്റ്റാക്കി വെക്കണം. വെച്ചിട്ട് അതിലൂടെ നമ്മൾ ആദ്യം ഇതൊന്ന് കറക്റ്റ് വെച്ചിട്ട് ആ സെൻറ്റർ ഭാഗത്തൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം, ആ തുണിയൊന്ന് നല്ല രീതിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് അപ്പുറ ഭാഗത്തൂടെ 2 സൈഡിലൂടെ ഇവിടെയും അതേപോലെ താഴ്ഭാഗവും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. എക്സ്ട്രാ വരുന്നതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ആ രീതിയിൽ ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് താഴേതാകണ്ടോ കുറച്ച് എക്സ്ട്രാ വരുന്നുണ്ട്, അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. അപ്പോൾ യോക്ക് ഭാഗം ഒന്ന് നല്ലൊരു ഭംഗി വരും, നമുക്ക് കാണാനൊക്കെ ഒരു ലുക്ക് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ആ ഒരു ലൈസ് വരുന്നതോടുകൂടി തന്നെ അതിൻ്റെ ഒരു ഭംഗി മൊത്തത്തിലൊന്നൊരു കൂടുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് നമ്മുടെ ലൈനിങ് ക്ലോത്തിലാണ് നമ്മൾ എന്ത് ചെയ്യണേ, നെക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് പീസാണ് ആദ്യം ചെയ്യണത് കേട്ടോ. ഷോൾഡറിൻ്റെ ഭാഗം ഞാൻ നെക്ക് വിടുത്ത് എടുക്കുന്നത് 3.5 ഇഞ്ചാണ്. ലെങ്ത്ത് മോൾഡ് ചെയ്ത് 6.5 ഇഞ്ചാണ്. അപ്പോൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പൂട് കൂട്ടിയിട്ട് 7 ഇഞ്ച് എടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ഞാൻ ഈ ഭാഗത്തേക്ക് എടുത്തിട്ട് നമ്മളൊരു സ്ക്വയർ ഷേപ്പിലുള്ള നെക്കാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഞാനൊന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വരച്ചെടുത്തതിന് ശേഷം ഈ താഴ്ഭാഗത്ത് ഇവിടെ നിന്ന് ഒരു ഇഞ്ച് ഇങ്ങോട്ട് ഇവിടേക്കൊന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് മുകളിൽ നിന്ന് ഇതുപോലെ ഇങ്ങോട്ടൊന്ന് ചെരിച്ച് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഷേപ്പിലാണ് നെക്ക് ചെയ്യണത്. അപ്പോൾ ഇതൊരു കോട്ടൻ്റെ ക്ലോത്ത് ആയതുകൊണ്ട്, ലൈനിങ് ക്ലോത്ത് ആയതുകൊണ്ട് പ്രഭാഗത്തേക്ക് നമുക്ക് ഇങ്ങനെ ആ ചോക്കിൻ്റെ അടയാളം വരുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ ക്രൈപ്പിൻ്റെ ക്ലോത്തൊക്കെ ആകുമ്പോൾ അങ്ങനെ പറ്റില്ല. അപ്പം കോട്ടൺ ലൈനിങ് ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പുറം ഭാഗത്തും അതേപോലെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ നമുക്ക് ബാക്ക് നെക്ക് കൂടി ചെയ്യാം. ബാക്ക് നെക്കിൻ്റെ ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്തുള്ള നെക്ക് വിടുത്ത് 3.5 ഇഞ്ച് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ലെങ്ത്തും ഞാൻ 3.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ 1/2 ഇഞ്ച് കുറഞ്ഞ് 3 ഇഞ്ച് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതേപോലെ നമ്മൾ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും നമ്മൾ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ നല്ല ക്ലോത്ത് നല്ല ഭാഗം കാണുന്ന രീതിയിൽ ഇത് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ കറക്റ്റ് ഷോൾഡറിൻ്റെ ഭാഗത്തുള്ള സെൻറ്റർ ഭാഗത്തേക്ക് നമ്മുടെ ലൈനിങ് ക്ലോത്തിൻ്റെ സെൻറ്റർ ഭാഗം വെച്ച് കൊടുക്കാം. ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും ആരെങ്കിലും ഫസ്റ്റ് തയ്ച്ച് വരുന്നവർക്കൊക്കെ ഉണ്ടെങ്കിലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ആവശ്യമായിട്ട് പറയുന്നത്. എന്നിട്ട് നമുക്ക് ആ സെൻറ്റർ ഭാഗത്തൂടെ 2 ക്ലോത്ത് ഒരുമിച്ച് വെച്ചൊന്ന് തയ്ച്ചെടുക്കാം. അപ്പോൾ അത് റെഡിക്ക് നിന്നോളും. ഇനി നമുക്ക് നെക്കിൻ്റെ നമ്മൾ വരച്ച് കൊടുത്ത അതേപോലെ ആ ഒരു സ്ക്വയർ ഷേപ്പിൽ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ആ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഉള്ളിലൂടെയായിട്ട് ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിലൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്തിട്ട് ഈ ഒരു സ്ക്വയർ ഷേപ്പ് ആയതുകൊണ്ട് അതിൻ്റെ ആ ഒരു മൂലഭാഗം, ഈ ഒരു ഭാഗം രണ്ടും എന്തായാലും നല്ല രീതിയിൽ കട്ട് ചെയ്യണം. ഉള്ളിലേക്ക് ആ സ്റ്റിച്ചിൻ്റെ അവിടെ തട്ടാത്ത രീതിയിൽ, എന്നാൽ നല്ല ഉള്ളിലേക്കായിട്ട് തന്നെ കട്ട് ചെയ്താൽ നമുക്കിങ്ങനെ മറിച്ച് കൊടുക്കുമ്പോൾ, ചീത്ത ഭാഗത്തേക്ക് മറിച്ച് തയ്ക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് നമ്മുടെ എന്താ പറയുക ആ ഒരു സ്ക്വയർ ഷേപ്പ് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും. ഇനി നമുക്കിതാ അതിൻ്റെ ഒന്നുകൂടിയും ഈ ഒരു ഭാഗത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ നമ്മുടെ നെക്ക് ഇവിടെ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നെക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ നല്ല ക്ലോത്തും ലൈനിങ് ക്ലോത്തും ചുറ്റുഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കും. പിന്നെ അതിന് ശേഷം നമ്മൾ എക്സ്ട്രാ വരുന്ന ലൈനിങ് ക്ലോത്ത് കണ്ടില്ല, എക്സ്ട്രാ അങ്ങോട്ടൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കി എടുക്കുക കേട്ടോ. രണ്ടും ഒരുമിച്ച് ചുറ്റുഭാഗം താഴെയും എല്ലായിടത്തും ഒന്ന് തയ്ച്ചെടുക്കുക. അപ്പം ആദ്യം അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തതാണ് ഇത് ആണോ. അതേപോലെ സ്റ്റിച്ച് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് ഭാഗം ബാക്കിൻ്റെ യോക്ക് ഭാഗത്തെ ബാക്ക് പാർട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ബാക്ക് ഭാഗത്തിൻ്റെ നല്ല ഭാഗമാണിത്. അതിൻ്റെ മേലെ ലൈനിങ് ക്ലോത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു സെൻറ്റർ ഭാഗത്തൂടെ ഒന്ന് ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആ റൗണ്ട് ഷേപ്പിലൂടെ ഒന്ന് തയ്ച്ചെടുക്കാം. റൗണ്ട് നെക്കാണല്ലോ ബാക്കിൽ വരുന്നത്. അപ്പോൾ ആ റൗണ്ടിലൂടെ ഒന്ന് തയ്ച്ചെടുത്തതിന് ശേഷം നമുക്കതിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം അതേ ഷേപ്പിൽ. അപ്പോൾ ഇനി നമ്മൾ മറിച്ച് തയ്ക്കുന്നതിന് മുമ്പേ നമുക്ക് ഷോൾഡറും കൂടി ഒന്ന് കൂട്ടി തയ്ച്ച് കൊടുക്കാം. അപ്പോൾ ഈ ലൈനിങ്ങിൻ്റെ ക്ലോത്ത് നമുക്കൊന്ന് മറിച്ച് പിടിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ എന്താ പറയുക നമ്മുടെ ഫ്രണ്ട് ഭാഗം വെച്ച് കൊടുക്കണം.
അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു ലൈനിങ് ക്ലോത്ത് ഇങ്ങോട്ട് മാറ്റിയിട്ട് അതിൻ്റെ ആ ഉള്ളിലേക്ക് നമ്മുടെ ഫ്രണ്ട് ഭാഗം വെച്ച് കൊടുക്കുമ്പോൾ നല്ല ക്ലോത്തും ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതാ ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പിൽ നമ്മൾ ഷോൾഡർ ഒന്ന് തയ്ച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ നല്ല വൃത്തിയായിട്ട് മറിഞ്ഞു കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഭാഗം ചെയ്ത പോലെ തന്നെ നമുക്ക് ഇപ്പുറം ഭാഗവും ചെയ്യാം. ലൈനിങ്ങിൻ്റെ ക്ലോത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി പിടിച്ചിട്ട് ആ ഒരു ഗ്യാപ്പിലേക്ക് നമ്മുടെ ഫ്രണ്ട് ഭാഗം ഒന്ന് വെച്ച് കൊടുത്ത് അത് ഷോൾഡർ ഭാഗം വെച്ച് കൊടുത്ത് ഇതുപോലെ ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വെക്കുമ്പോൾ നല്ല ക്ലോത്തും ഒരുമിച്ചായിരിക്കും, ലൈനിങ് രണ്ടും ഒരുമിച്ചായിരിക്കും വരുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ ഒന്ന് തയ്ക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കൂ, തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി ജസ്റ്റ് ഒന്ന് മറച്ച് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗം അടിപൊളിയായിട്ട് തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ കിട്ടും. അതിനുശേഷം നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് ബാക്ക് നെക്കിലൂടെ ആ റൗണ്ട് ഷേപ്പിലൂടെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും നമുക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഫ്രണ്ട് ഭാഗം ചെയ്തതുപോലെ തന്നെ ലൈനിങ് ക്ലോത്തും നല്ല ക്ലോത്തും ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ എക്സ്ട്രാ വരുന്ന ക്ലോത്തുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസിലൊക്കെ ചെയ്ത പോലെ തന്നെ ബാക്ക് പീസും വൃത്തിയാക്കി എടുക്കാം കേട്ടോ. അതേപോലെ ചുറ്റുഭാഗം സ്റ്റിച്ച് ചെയ്തിട്ട് അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ഡ്രസ്സിൻ്റെ മോഡൽ എന്ന് ഉദ്ദേശിക്കുന്നത് യോക്ക് ഭാഗത്തിന് താഴേക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഞൊറിവൊക്കെ വെച്ച് കൊടുക്കുക, ലെയറായിട്ടുള്ള ഞൊറിവ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞൊറിവ് വെക്കുന്നത് നമ്മൾ പാൻറ്റിൻ്റെ ക്ലോത്തും ടോപ്പിൻ്റെ ക്ലോത്തും മിക്സ് ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാനാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പം നമ്മൾ എന്താ പറയുക, ഈ നേരെ താഴെ ഉള്ള ക്ലോത്ത് നമ്മൾ വെച്ച് കൊടുക്കുന്നത് ആ പാൻറ്റിൻ്റെ ക്ലോത്താണ്, അതായത് യോക്കിൻ്റെ നേരെ താഴേക്കുള്ള ക്ലോത്ത് വെക്കുന്നത്. അപ്പം പാൻറ്റിൻ്റെ ക്ലോത്ത് കൊണ്ടാണ് നമ്മൾ ചെസ്റ്റിൻ്റെ ഭാഗമാണ് മോഡൽ ആ ക്യാൻവാസൊക്കെ വെച്ച് അടിപൊളിയാക്കി എടുത്തത് നമ്മൾ ആ പാൻറ്റിൻ്റെ ക്ലോത്ത് വെച്ചിട്ടാണ്. അപ്പോൾ ആ ക്ലോത്താണ് നമ്മൾ നേരെ ഇതിൻ്റെ യോക്കിൻ്റെ നേരെ താഴേക്ക് വെച്ച് തയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ യോക്കിൻ്റെ അളവ് എന്ന് പറയുന്നത് 3 ലെയറായിട്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പം 12 ഇഞ്ച് വീതിയിലാണ് നമ്മൾ ക്ലോത്ത് ലെയർ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ യോക്കിൻ്റെ വീതി നമ്മൾ രണ്ടാക്കി മടക്കിയിട്ടിട്ട് നമ്മുടെ യോക്കിൻ്റെ വീതി എന്ന് പറയുന്നത് 12 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ ഒരു 10 ഇഞ്ചെങ്കിലും കൂടുതൽ വേണം നമ്മൾ നേരെ താഴേക്കുള്ള ഭാഗം. അപ്പോൾ നമ്മളിതാ ഈ പാൻറ്റിൻ്റെ ക്ലോത്ത് ഇങ്ങനെ രണ്ടാക്കി മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ലൈൻ വരുന്ന പോലെയുള്ള ക്ലോത്ത് ആയതുകൊണ്ട് നമുക്ക് ഇതാ ഈ ഒരു രീതിയിൽ മാത്രമേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല ലൈൻ ഇങ്ങനെ താഴേക്ക് വരുന്ന രീതിയിൽ. അപ്പോൾ ഞാൻ 12 ഇഞ്ച് ലെങ്ത്തിലാണ് ഇത് അവിടെ നിന്ന് ലെങ്ത്ത് എടുക്കുന്നത്. ഓരോ ലെയറും അതായത് 3 ലെയറും ഞാൻ 12 ഇഞ്ച് ലെങ്ത്തിലാണ് എടുക്കുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ വീതി ഈ ഒരു വീതി എന്ന് പറയുന്നത് 21.5 ഇഞ്ചുണ്ട്. അപ്പോൾ നമുക്ക് 12 ഇഞ്ചിലേക്ക് ഒരു 10 ഇഞ്ച് കൂടുമ്പോൾ 22 വേണം. അപ്പോൾ കറക്റ്റ് 10 ഇഞ്ചില്ല, 9.5 ഇഞ്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ കരുതി അത് മതി. കാരണം നമ്മുടെ ഏറ്റവും ഫസ്റ്റിലുള്ള ഭാഗം കൂടുതൽ ക്ലോത്ത് എടുത്താൽ അതിൻ്റെ താഴേക്കുള്ള ഭാഗം അതിലും കൂടുതൽ വേണം. അപ്പോൾ നമുക്ക് ക്ലോത്ത് കൂടുതൽ വേണം. അപ്പോൾ നമ്മളിതൊരു ചുരിദാർ ബിറ്റ് കൊണ്ട് തയ്ക്കുന്നത് കൊണ്ട് നമുക്ക് ക്ലോത്ത് അങ്ങനെ എക്സ്ട്രാ കിട്ടില്ല. അപ്പോൾ ഞാൻ കരുതി ഈ ഒരു വീതി മതി, കുറഞ്ഞ ഞൊറി മതി നേരെ താഴെ, അതായത് യോക്കിൻ്റെ നേരെ താഴെ. അപ്പോൾ ഞാൻ ഫസ്റ്റത്തത് ബാക്ക് ഭാഗത്തേക്കും ഫ്രണ്ട് ഭാഗത്തേക്കും 2 പീസ് അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വീതിയിൽ ക്ലോത്തിൻ്റെ അതേ 22 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നേരെ താഴേക്ക്. ഇനി അതിൻ്റെ താഴേക്ക് നമ്മൾ ഈ പ്രിൻ്റ് ക്ലോത്ത് കൊണ്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഈ 3 ലെയറും ഞാൻ 12 ഇഞ്ച് ലെങ്ത്തിലാണ് എടുക്കുന്നത്. അപ്പോൾ 12 ഇഞ്ച് 3 ലെയർ വരുമ്പോൾ 12 36 ഇഞ്ച് ഉണ്ടാവും. പിന്നെ നമ്മുടെ യോക്ക് ഭാഗത്തേക്ക് 16 ഇഞ്ച് എടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ നമുക്ക് തയ്ച്ച് വരുമ്പോൾ തയ്യൽ തുമ്പൊക്കെ പോയിട്ട് നമുക്കൊരു ഏകദേശം ഒരു 50 ഇഞ്ച് ലെങ്ത്ത് കിട്ടും കേട്ടോ. അപ്പോൾ മോൾക്ക് അങ്ങനെ പാൻറ്റ് കാണാത്ത രീതിയിലുള്ളൊരു ടോപ്പായി തന്നെ നമുക്കിത് കിട്ടും. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. ഓരോരുത്തരുടെ ഓരോ ലെങ്ത്ത് ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് കട്ട് ചെയ്യുക കേട്ടോ. അങ്ങനെ ബിറ്റൊക്കെ ആകുമ്പോൾ നമ്മുടെ ലെങ്ത്തിനനുസരിച്ച് നമുക്കിനി വേണമെങ്കിൽ ജീൻസൊക്കെ ഇടാനുള്ള ടോപ്പായിട്ട് അങ്ങനെ ചെറിയ ടോപ്പായിട്ടൊക്കെ എടുക്കുക. അപ്പോൾ അതിനനുസരിച്ച് ലെങ്ത്ത് എടുക്കുക. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ ഈ ഒരു ക്ലോത്ത് വരേണ്ടത് നമ്മൾ നേരത്തെ രണ്ടാക്കി മടക്കിയിട്ടത് 21 ഇഞ്ചുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊരു 32 ഇഞ്ച് വീതി വേണം. അപ്പോൾ ഞാനിവിടെ നോക്കിയപ്പോൾ ഏകദേശം 32 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ രണ്ടാക്കി മടക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതേപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫ്രണ്ട് പീസിലേക്കും വേണം, ബാക്ക് ഭാഗത്തേക്കും വേണം. അപ്പോൾ ഞാനിത് 2 എടുക്കുന്നുണ്ട് കേട്ടോ. അതും 12 ഇഞ്ച് ലെങ്ത്തിൽ, ഇവിടെ 12 ഇഞ്ച്, പിന്നെ നേരെ താഴെ 24 ഇഞ്ചിൽ എടുക്കുന്നുണ്ട്. ഒന്ന് നമുക്ക് ഫ്രണ്ട് ഭാഗത്തേക്കും ഒന്ന് ബാക്ക് ഭാഗത്തേക്കും. വീതി ഞാൻ എടുത്തിട്ടുള്ളത് 32 ഇഞ്ചുണ്ട്. കാരണം നമ്മൾ നേരത്തെ 21 ഇഞ്ചാണ്. അപ്പോൾ അതിലേക്ക് ഞാനൊരു 10 ഇഞ്ച് കൂട്ടി എക്സ്ട്രാ 1 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് 32 ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ വീതി, അതായത് രണ്ടാക്കി മടക്കിയിട്ട്. അപ്പം അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഞാനത് അതേ രീതിയിൽ വരച്ച് കൊടുത്തിട്ട് അത്രയും ഭാഗം ഞാനൊന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് രണ്ടാമത്തെ ലെയറും നമ്മുടെ
കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ രണ്ടാക്കി മടക്കിയിട്ട് 10 ഇഞ്ചാണ് എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് നിവർത്തുമ്പോൾ ജസ്റ്റ് 20 ഇഞ്ച് ഉണ്ടാവും. നമുക്ക് അതിനുള്ള ഞൊറി കൊടുത്താൽ മതി എന്ന് കരുതി. അധികം കോട്ടനൊക്കെ ആകുമ്പോൾ അധികം ഞൊറി ഇട്ടാൽ പൊന്തി നിൽക്കും. അപ്പോൾ ഞാൻ കരുതി ഇത് മതി. പിന്നെ അതുമല്ല നമ്മളൊരു ക്ലോത്തും കുറവാണ്. അപ്പോൾ അത് നമുക്ക് ഈ ഒരു രണ്ടാമത്തെ ലെയറും കട്ട് ചെയ്ത് കഴിഞ്ഞു. മൂന്നാമത്തെ ലെയർ നമ്മൾ എടുക്കുന്നത് ഈ ഒരു പാൻറ്റിൻ്റെ ക്ലോത്തിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക 30 ഇഞ്ചാണ് നമ്മൾ 32 ഇഞ്ചാണ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത അതിൻ്റെ ക്ലോത്തിൻ്റെ വീതി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇങ്ങനെ രണ്ടാക്കി മടക്കുമ്പോൾ 20 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് വേണം, 2 പീസ് വേണം. കാരണം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് രണ്ടാക്കി മടക്കിയിട്ട് 30 ആകുമ്പോൾ നമുക്കിനി അതിൻ്റെ താഴേക്ക് ഞൊറി വിടാനുള്ള ക്ലോത്തിന് 40 ഇഞ്ചെങ്കിലും വീതി വേണം. അപ്പോൾ നമുക്കിത് 2 എടുക്കേണ്ടി വരും. ഈ ഒരു ക്ലോത്തിൻ്റെ വീതി എന്ന് പറയുന്നത് 21 ഉള്ളൂ. അപ്പോൾ നമ്മൾ 2 എടുക്കുമ്പോൾ നമുക്ക് നല്ല കറക്റ്റായിരിക്കും. 42 ഇഞ്ച് വീതി ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യാം, ഞൊറിവൊക്കെ ഇട്ട് കൊടുക്കാനുണ്ടാവും. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ നമ്മളിതാ അങ്ങനെ 12 ഇഞ്ച് 24 ഇഞ്ചിന് 2 പീസ് എടുക്കുന്നുണ്ട്. അപ്പോൾ 2 പീസ് നമുക്ക് ഈ 2 പീസ് നമുക്ക് ഫ്രണ്ട് ഭാഗത്തേക്കാണ്, അതുപോലെ 2 പീസ് നമുക്ക് ബാക്ക് ഭാഗത്തേക്കും വേണം കേട്ടോ. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? നമ്മൾ ആദ്യത്തെ യോക്ക് ഭാഗത്തിൻ്റെ നേരെ താഴെയുള്ളത് നമ്മൾ 21 ഇഞ്ച് രണ്ടാക്കി മടക്കിയിട്ട് 21 ഇഞ്ച് വീതിയുള്ള ക്ലോത്താണ്. അതിൻ്റെ നേരെ താഴേക്ക് നമ്മൾ രണ്ടാക്കി മടക്കിയിട്ട് 32 ഇഞ്ച് വീതിയുള്ള ക്ലോത്താണ്. അതിൻ്റെ താഴേക്കുള്ള ക്ലോത്താണ് നമ്മളിപ്പോൾ ഈ കട്ട് ചെയ്യുന്നത്. അത് നമ്മൾ 2 എടുക്കുന്നത് നമുക്ക് 40 ഇഞ്ച് വീതിയെങ്കിലും വേണം, എന്നാലേ ഞൊറിവ് കിട്ടുള്ളൂ. ഒരു എക്സ്ട്രാ 10 ഇഞ്ച് 12 ഇഞ്ചെങ്കിലും വേണം, അപ്പോഴാണ് ആ ഒരു ഞൊറിവ് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഏറ്റവും താഴേക്ക് ഫ്രണ്ട് ഭാഗത്തേക്ക് 2 പീസും ബാക്ക് ഭാഗത്തേക്ക് 2 പീസും എടുക്കുന്നുണ്ട്. അപ്പം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അങ്ങനെ നമ്മൾ 3 ലെയറും കട്ട് ചെയ്ത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ്സും കൂടി ഒന്ന് കട്ട് ചെയ്യണം. അത് കട്ട് ചെയ്ത് നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നമുക്ക് എന്ത് ചെയ്യാം, താഴേക്കുള്ള ലെയറൊക്കെ നമുക്ക് ഞൊറി വിട്ട് തയ്ച്ച് കൊടുക്കാനുള്ളൂ. അപ്പോൾ ഞാൻ സ്ലീവ് വെച്ച് കൊടുക്കുന്നത് ഇതാ ഈ ഒരു ക്ലോത്തിനോടാണ് കേട്ടോ. നമ്മുടെ ടോപ്പിൻ്റെ ആ ഒരു ക്ലോത്ത് വരുന്നതുകൊണ്ട് അപ്പോൾ നമുക്ക് ലെങ്ത്ത് ഇതാ കിട്ടുന്നുണ്ട്. 13 ഇഞ്ച് ലെങ്ത്ത് കിട്ടുന്നുണ്ട്. മോൾക്ക് 18 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ ഞാൻ കരുതി 13 ഇഞ്ച് ഈ ഒരു ക്ലോത്തിലും 4-5 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് അടക്കുകയാണ് 18 വേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ മറ്റേ ലൈൻ വരുന്ന ആ ഒരു ക്ലോത്തിൽ നമ്മൾ പാൻറ്റ് ക്ലോത്തൊന്നും എടുക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മളിതാ ലെങ്ത്ത് അവിടെ അടയാളപ്പെടുത്തുന്നു. പിന്നെ ഇവിടേക്ക് ഇങ്ങനെ താഴേക്ക് അടയാളപ്പെടുത്തി കൊടുത്തത് നമ്മുടെ കൈക്കുഴിയുടെ അളവാണ് കേട്ടോ. എന്നിട്ട് അവിടുന്ന് ഏകദേശം ഒരു 3 ഇഞ്ച് ഇങ്ങോട്ട് അടയാളപ്പെടുത്തിയിട്ട് മുകളിൽ നിന്ന് നമ്മൾ ആ ഒരു ഈ ഭാഗത്തേക്ക് ഇങ്ങനെ ചരിച്ച് വരച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ കറക്റ്റ് അളവ് ഇതുപോലെ നോക്കിയിട്ട് നമുക്ക് 13 ഇഞ്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗം 6.5 ഇഞ്ച് ഞാനൊന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് നമ്മൾ മുകൾ ഭാഗത്ത് നിന്ന് ഇതുപോലെ ആ സെൻറ്റർ ഭാഗം വരെ ഇതിലൂടെ നമ്മൾ ഒരു 1/2 ഇഞ്ച് ഉള്ളിലൂടെ ആയിട്ട് എടുത്തിട്ട് ഇവിടെ എത്തിയതിന് ശേഷം ഇങ്ങോട്ട് നമ്മൾ ഈ സൈഡിലൂടെ ഒരു 1/2 ഇഞ്ച് ഭാഗത്തോടെ ഇങ്ങനെ വളച്ച് വരച്ച് കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ കൈക്കുഴി കിട്ടും കേട്ടോ. പിന്നെ നമ്മുടെ കൈയിൻ്റെ ഏറ്റവും വണ്ണുള്ള ഭാഗത്ത് മോളുടേത് 16 ഇഞ്ചാണ്. അപ്പോൾ അതിനെ 2 ആക്കിയിട്ട് 8 ഇഞ്ചും പിന്നെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മുട്ടിൻ്റെ ഭാഗം ആ ഒരു ഭാഗമായിട്ട് അവളുടേത് 14 ഇഞ്ചാണ്. അപ്പം അതൊരു 2 ആക്കുമ്പോൾ 7 ഇഞ്ചും 2 ഇഞ്ച് തയ്യൽ തുമ്പ് എടുക്കുന്നുണ്ട്. അതിങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് ഞാനിതാ യോജിപ്പിച്ച് വരച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് അതിൻ്റെ താഴേക്കായിട്ട് കര പോലെ ഞാൻ ആ ഒരു പാൻറ്റ് ക്ലോത്ത് കൊണ്ട് വെച്ച് കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ ഒരു ഏകദേശം ഒരു 5 ഇഞ്ച് വീതിയിൽ ഈ ഒരു ക്ലോത്ത് കൊണ്ട് നമ്മൾ വെച്ച് കൊടുക്കുക. അപ്പോൾ ഒന്നുകൂടി ഒരു ഭംഗി കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ ക്ലോത്തിനെ ഇങ്ങനെ 4 ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. നമ്മുടെ സ്ലീവ് മടക്കിയിട്ട പോലെ തന്നെ കേട്ടോ. നേരത്തെ കട്ട് ചെയ്ത സ്ലീവിൽ അത് മടക്കിയിട്ട പോലെ തന്നെ മടക്കി അതിൻ്റെ ഒപ്പം തന്നെ വെച്ച് കൊടുക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഞാൻ അങ്ങനെ ലെങ്ത്ത് ഏകദേശം ഉണ്ടാവും ആ ഒരു കൈയുടെ മൊത്തത്തിൽ വെച്ചിട്ട് അളന്ന് ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ വൃത്തിയിൽ തന്നെ കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ 18 ഇഞ്ച് ലെങ്ത്ത് അടയാളപ്പെടുത്തി. എന്നിട്ട് നമ്മുടെ എൻ്റെ സ്ലീവ് റൗണ്ട് പറയുന്നത് 12 ആണ്. അപ്പോൾ അതിനെ 2 ഭാഗമാക്കുമ്പോൾ 6ഉം അതിലേക്ക് 2 ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്തിട്ട് നമ്മൾ യോജിപ്പിച്ച് വരച്ച് കട്ട് ചെയ്ത് ഇതുപോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ആദ്യം ഒന്ന് സ്ലീവ് ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇതിൽ വെച്ച് നമ്മുടെ യോക്ക് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ നമ്മൾ സ്ലീവ് ഒന്ന് ആദ്യം വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് താഴേക്കുള്ള ഞൊറിവൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ സ്ലീവിൻ്റെ നമ്മുടെ താഴ്ഭാഗത്തേക്ക് സ്ലീവ് റൗണ്ടിൻ്റെ ഭാഗത്തേക്ക് നമുക്കിത് കര പോലെ വെച്ച് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ക്ലോത്ത് നമ്മൾ ആദ്യം ഒന്ന് സ്ലീവ് ഇതുപോലെ ഒന്ന് വിരിച്ച് ഇട്ടിട്ട് നല്ല ഭാഗമാണ് ഇതുപോലെ വിരിച്ചിട്ടിട്ട് നമ്മൾ ആ ഒരു ലൈൻ പോലെ വരുന്ന ആ ഒരു പാൻറ്റിൻ്റെ ക്ലോത്ത് ഇതുപോലെ നമുക്ക് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് മറിച്ച് എടുത്തിട്ട് മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ
താഴ്ഭാഗം ഒന്ന് മടക്കി തയ്ക്കാം. പിന്നെ ആ ഒരു ഈ ലേസ് ഞാൻ ഈ ഭാഗത്തൊന്നും ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കരുതി അതും കൂടി വെച്ച് കൊടുക്കാമെന്ന്. അതൊക്കെ ഒരു അപ്പക്കപ്പം ഇങ്ങനെ തോന്നുന്ന ഒരു ഐഡിയാസാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 സ്ലീവും അതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ തയ്ച്ചപ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ പിന്നെ സ്ലീവിനോ നമ്മുടെ താഴേക്കുള്ള ആ ഒരു ഭാഗത്തിനൊന്നും ലൈനിങ് വെക്കുന്നില്ല. യോക്ക് ഭാഗം ലൈനിങ് വെച്ചാൽ നമുക്കൊരു ഇടുമ്പോൾ ഒരു സുഖമാണല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 സ്ലീവും അതുപോലെ കരയൊക്കെ വെച്ച് ലേസൊക്കെ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ സ്ലീവിടെ യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗവും ഇതുപോലെ നമ്മുടെ ഷോൾഡർ കൂട്ടിയ ആ ഭാഗമല്ലേ, അവിടെ ആ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം വെച്ചെടുത്തിട്ട് ആദ്യം ഒരു സൈഡിലേക്ക് നമുക്കിങ്ങനെ തയ്ച്ചു കൊടുക്കാം. അതിനുശേഷം വീണ്ടും നമ്മൾ സെൻറ്റർ ഭാഗത്തേക്ക് തന്നെ എത്തിയിട്ട് ഇപ്പുറം ഭാഗത്തേക്കും അതുപോലെ തയ്ച്ചത് മറിച്ച് കൊടുത്താൽ നമ്മുടെ സ്ലീവും അടിപൊളിയായിട്ട് കിട്ടും. ഇതേപോലെ നമുക്ക് 2 സ്ലീവും സ്റ്റിച്ച് ചെയ്തിട്ട് വരാം കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, താഴേക്കുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ഞൊറിവൊക്കെ തയ്ക്കാൻ. അപ്പോൾ നമ്മളത് ആ സ്ലീവിടെ അറ്റാച്ച് ചെയ്ത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു കര വെച്ച് കൊടുത്തുകൊണ്ട് തന്നെ ആ ഒരു ഭംഗി ഒന്നും കൂടി ഒന്ന് കൂടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു യോജിപ്പ് തോന്നും. നമുക്ക് ഒരിക്കലും ഇതൊരു ചുരിദാറിൻ്റെ ബിറ്റായിരുന്നെന്ന് തോന്നാത്ത വിധം തന്നെ അടിപൊളിയായിട്ട് എനിക്ക് തോന്നി കേട്ടോ. പിന്നെ ഈ താഴേക്കുള്ളത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നേരെ താഴെ വെക്കാനുള്ള ഭാഗമാണിത്. ഒന്ന് ബാക്ക് ഭാഗത്തേക്കും ഒന്ന് ഫ്രണ്ട് ഭാഗത്തേക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് വെച്ച് നോക്കാം. വെച്ച് നോക്കുമ്പോൾ ഇവിടെ നിന്ന് ഇവിടെ വരെ വെച്ച് നോക്കിയിട്ട് നമുക്ക് എക്സ്ട്രാ ഉണ്ടോ ഇത്രയും ക്ലോത്ത് വരുന്നുണ്ട് ഞൊറി വിട്ട് കൊടുക്കാൻ. അപ്പോൾ നമുക്ക് ആദ്യത്തെ നേരെ താഴെയുള്ള ഭാഗത്ത് നമുക്ക് കൂടുതൽ തുണിയും ഞൊറിയോ ഒക്കെ വന്നാലേ നമുക്ക് പിന്നെ താഴേക്ക് വരുമ്പോൾ തുണി കൂടുതൽ വേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഇത്ര മതിയെന്ന് കരുതി, കുറഞ്ഞ ഞൊറിയും മതിയെന്ന് കരുതി. അപ്പോൾ ഇത് ഇവിടെ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ കരുതി ഈ 3 ലെയറും ആദ്യം ഒന്ന് ഞൊറി വിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ യോക്ക് ഭാഗത്ത് വെച്ചിട്ട് തയ്ച്ചെടുക്കാം. അപ്പോൾ തയ്ക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഞൊറി വിട്ട് നമുക്ക് ആദ്യം തന്നെ നമ്മളിങ്ങനെ ജസ്റ്റ് ഒരു മേശമേൽ വെച്ചിട്ട് ഇങ്ങനെ എത്രത്തോളം നമുക്ക് ഞൊറി വിടാമെന്ന് ഏകദേശം ഒരു ധാരണയിൽ നമ്മൾ വെച്ച് നോക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഴിച്ചും ഇങ്ങനെ തുന്നഴിച്ചും ഇതാക്കി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് വെച്ച് നോക്കുന്നുണ്ട് നമുക്ക് ഏകദേശം എത്ര ഞൊറി വിടാമെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഈ 3 ലെയറും ആദ്യം ഒന്ന് യോജിപ്പിച്ച് തയ്ച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യണത്, നമ്മുടെ യോക്ക് ഭാഗത്തേക്ക് വെച്ച് റെഡിയാക്കി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് കഴിയുമല്ലോ എന്ന് കരുതി. അപ്പോൾ നമ്മൾ ആദ്യം മുകളിലുള്ള ഭാഗത്തേക്ക് ഇതാണ് നമ്മുടെ ഏറ്റവും മുകളിലുള്ളത്. അതിൻ്റെ താഴേക്ക് നമ്മുടെ ടോപ്പിൻ്റെ ക്ലോത്ത്, അതായത് ഈ ഒരു പ്രിൻ്റ് ഒരു ക്ലോത്താണ് വരുന്നത്. അപ്പോൾ അതിൽ ഇത്ര എക്സ്ട്രാ വരുന്നുണ്ട് കേട്ടോ. അതിനനുസരിച്ച് നമുക്കിങ്ങനെ ഞൊറിവിട്ട് ആദ്യം ഇതിന് നേരെ താഴെയുള്ളത് തയ്ച്ചു കൊടുക്കാം. എന്നിട്ട് ആ ഒരു പ്രിൻ്റ് ക്ലോത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, ബാക്കിയുള്ള ഏറ്റവും താഴെയുള്ള ക്ലോത്ത് അത് ഉണ്ടാവും 2 പീസ് ഉണ്ടാവും ഒരു ഭാഗത്തേക്ക് തന്നെ. അത് ആദ്യം ഒന്ന് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം വേണം നമുക്ക് താഴേക്ക് ഞൊറിവിട്ട് കൊടുക്കാൻ. അപ്പോൾ ഇതാണ് കേട്ടോ ഏറ്റവും മുകളിലേക്കുള്ള പീസ്. അതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. താഴേക്കുള്ള ഭാഗം നമ്മൾ നേരെ താഴേക്കുള്ള ആ ഒരു ക്ലോത്ത് തയ്ക്കുകയാണ്. അപ്പോൾ ഞൊറിവിട്ട് കൊടുക്കുന്നത് ഞാൻ ഏകദേശം ഒരു 3-3.5 ഇഞ്ച് നേരെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഞൊറിവിട്ട് തുടങ്ങുക കേട്ടോ. കാരണം നമുക്ക് 2 സൈഡും കൂട്ടി തയ്ക്കുമ്പോൾ ആ ഞൊറിവ് അവിടെ വരണ്ടല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ ടോപ്പ് തയ്ച്ചതിന് ശേഷം നമ്മൾ 2 സൈഡും ഒന്ന് കൂട്ടി തയ്ക്കുമല്ലോ. അപ്പോൾ ഏകദേശം ഒരു 3 ഇഞ്ചോളം നേരെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇവിടെ നിന്നാണ് ഞാനിങ്ങനെ ഞൊറിവിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കറിയാം എത്രത്തോളം ഞൊറിവിടാൻ നമ്മളിന്ന് വെച്ച് നോക്കിയിട്ടുള്ളതുകൊണ്ട് ക്ലോത്ത് എത്രയുണ്ടെന്നൊക്കെ നോക്കിയുള്ളതുകൊണ്ട്. പിന്നെ കോട്ടൺ ആകുമ്പോൾ തന്നെ നമുക്ക് ഒരു പിടിക്കാനൊക്കെ ഒരു സമാധാനം ഉണ്ടാവും. നമ്മളൊരു ജോർജറ്റ് ഷിഫോൺ ക്ലോത്തൊക്കെ ആകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവും. ഇതങ്ങനെയൊന്നുമില്ല, കോട്ടൺ ആയതുകൊണ്ട് നമുക്കിങ്ങനെ നല്ല റെഡിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നോക്കി സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തുന്നഴിക്കാതെയൊക്കെ രക്ഷപ്പെടാം. ക്ലോത്ത് ഇങ്ങനെ എക്സ്ട്രാ എത്രയുണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക പെട്ടെന്ന് ബുദ്ധിമുട്ടാവും, അഴിച്ച് വീണ്ടും സ്റ്റിച്ച് ചെയ്യേണ്ടി വരും, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ ഞാൻ ഈ രീതിയിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ താഴേക്കുള്ള ഭാഗവും അതുപോലെ ഞൊറിവിട്ട് കൊടുക്കുകയാണ്. കണ്ടോ, ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഞൊറിവൊക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ നേരെ താഴേക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അധികം ഞൊറിവില്ല എന്നാൽ ഞൊറിവുണ്ട് കാണാനെന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നേരെ താഴേക്കുള്ള ഭാഗം എടുക്കാം. അപ്പോൾ നേരെ താഴേക്കുള്ളത് 2 ആയതുകൊണ്ട് തന്നെ ആദ്യം നമുക്ക് അത് തമ്മിലൊന്ന് ആദ്യം യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്യാം. അപ്പം ഒരു ക്ലോത്ത് നല്ല ഭാഗം കാണുന്ന രീതിയിൽ പിടിക്കാം. അതിൻ്റെ മുകളിലേക്ക് ചീത്ത ഭാഗം 2 ക്ലോത്തിൻ്റെയും നല്ല ഭാഗം ഒരുമിച്ച് വരുന്ന രീതിയിൽ പിടിച്ച് ഒന്ന് കൂട്ടി തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എന്ത് ചെയ്യാം, ഒന്ന് തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ താഴേക്ക് കുറച്ച് തുണി കൂടുതലായതുകൊണ്ട് അത് പെട്ടെന്ന് മനസ്സിലാവില്ലല്ലോ എത്രത്തോളം ഇനി നമുക്ക് തയ്ക്കാനുണ്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്
ഞാനിതാ ഈ ഒരു ക്ലോത്ത് ഇങ്ങനെ രണ്ടാക്കി മടക്കി അതിൻ്റെ സെൻറ്റർ ഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ കട്ടിങ് വരുന്ന ഭാഗത്തേക്ക് നമ്മളിപ്പോൾ താഴേക്ക് വെച്ച് കൊടുക്കാനുള്ള ആ ഒരു തുണി ഉണ്ടല്ലോ, അത് നമ്മൾ കൂട്ടി തയ്ച്ചിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം അതാ നമ്മളവിടെ കൂട്ടി തയ്ച്ചതുകൊണ്ട് അതാണ്ടോ ഈ ഒരു ഭാഗം ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ ഒരു കട്ടിങ് വരുന്ന ആ ഒരു ഭാഗത്തേക്ക് വരുന്ന വരെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഞൊറിവിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ചെറിയ കട്ടിങ്ങൊക്കെ വെച്ചിട്ട് ചെയ്യണത്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഇങ്ങനെ ഞൊറിവിട്ട് വരാമല്ലോ. അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവുന്ന കരുതുന്നു. കൂടുതൽ തുണി ഉണ്ടാകുമ്പോൾ നമുക്ക് ആ ഒരു നെക്കെ പറ്റുള്ളൂ. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഏറ്റവും താഴേക്കുള്ള ഭാഗം എന്താ ഞൊറിവിട്ട് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ആദ്യം നമ്മുടെ യോക്ക് ഭാഗത്തിന് നേരെ താഴെ പാൻറ്റിൻ്റെ ക്ലോത്ത് കൊണ്ടാണ് ഞൊറിവിട്ട് കൊടുത്തത്. അതിന് നേരെ താഴെ നമ്മുടെ ടോപ്പിൻ്റെ ക്ലോത്ത് കൊണ്ട് ഞൊറിവിട്ട് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും താഴെ നമ്മൾ പാൻറ്റിൻ്റെ ക്ലോത്ത് കൊണ്ട് ഞൊറിവിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എന്നും ഒരേപോലെയുള്ള നമുക്കിങ്ങനെ കോട്ടൻ്റെ കുർത്തിയൊക്കെ ഇടുമ്പോൾ നമുക്കൊരു ഭംഗി കിട്ടില്ലല്ലോ. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്താൽ നമ്മളൊരു അടിപൊളിയായിട്ട് നമുക്ക് നടക്കാമല്ലോ. അപ്പോൾ ഈ ഒരു മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം. ചെയ്തപ്പോൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതാ നമ്മൾ അതുപോലെ ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ മുകൾ ഭാഗം നമ്മൾ ഞൊറിവിട്ടിട്ടില്ല കേട്ടോ. അത് നമ്മൾ യോക്ക് ഭാഗത്ത് വെച്ച് തയ്ക്കുമ്പോഴാണ് ഞൊറിവിട്ട് കൊടുക്കേണ്ടത്. താഴ്ഭാഗമൊക്കെ ഞൊറിവിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ എനിക്ക് തോന്നി കേട്ടോ. അപ്പം രണ്ട് ഭാഗത്തേക്കുള്ള ബാക്ക് ഭാഗത്തേക്കുള്ളൂ ഫ്രണ്ട് ഭാഗത്തേക്കുള്ളൂ നമ്മൾ ഞൊറിവൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ യോക്ക് ഭാഗത്തേക്ക് സെറ്റാക്കി കൊടുക്കാം. അപ്പോൾ യോക്ക് ഭാഗം ഫ്രണ്ട് ഭാഗം തന്നെ ഞാൻ ആദ്യം ഒന്ന് കാണിക്കാം. ഫ്രണ്ട് ഭാഗത അപ്പം എന്നിട്ട് ഈ ഒരു മുകളിലുള്ള ഈ ഭാഗം നമ്മളിതാ എത്രത്തോളം നമുക്കിങ്ങനെ ഞൊറിവിടാന്നുള്ള ഏകദേശം നമ്മൾ നോക്കിയിട്ട് ഇതേപോലെ വരും. നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് വെച്ച് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ യോക്ക് ഭാഗത്തിൻ്റെ നല്ല ഭാഗത്തേക്ക് താഴെയുള്ള തുണിയുടെ നല്ല ഭാഗം വെച്ച് ഇതുപോലെ. അപ്പോൾ തയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു സൈഡിൽ നിന്ന് ഏകദേശം ഒരു 2.5 ഇഞ്ച് 3 ഇഞ്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഞൊറിവിട്ട് കൊടുത്താൽ മതി കേട്ടോ. അവിടെ നമുക്ക് ഷേപ്പാക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടുന്നേ നമ്മൾ ഞൊറിവിട്ട് വരണ്ട. ഈ ഒരു രീതിയിൽ നമ്മൾ രണ്ട് ഭാഗവും തയ്ച്ച് കൊടുത്തിട്ടുണ്ട്. യോക്കിൻ്റെ നേരെ താഴേക്ക് ഉള്ള ഭാഗം തയ്ച്ചെടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറയുന്നത് 2 സൈഡും കൂട്ടി തയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ക്ലോത്ത് ഇങ്ങനെ ചീത്ത ഭാഗത്തേക്ക് മറിച്ചിടാം. ചീത്ത ഭാഗം കാണുന്ന രീതിയിൽ മറച്ചിട്ടിട്ട് നമ്മുടെ സ്ലീവിൻ്റെ ഈ ഒരു സ്ലീവ് റൗണ്ടിൻ്റെ ഭാഗത്തുനിന്ന് അതും ഉള്ളിലേക്ക് നല്ല ഭാഗം ഉള്ളിലേക്ക് വരുന്ന ചീത്ത ഭാഗം കാണുന്ന രീതിയിൽ പിടിച്ചിട്ട് നമുക്കിത് ഇവിടുന്ന് ഇതുപോലെ പിടിച്ചിട്ട് ഇവിടെ നിന്ന് ഏകദേശം 1 ഇഞ്ച് വീതിയിൽ നമുക്ക് ഇങ്ങനെ തയ്ച്ച് വരാം. അതിൻ്റെ അളവ് ഞാൻ എടുക്കുന്നില്ല. ഏകദേശം 1 ഇഞ്ച് വീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, മൊത്തം താഴെ വരെ ഈ സ്ലീവിൻ്റെ റൗണ്ട് മുതൽ നമ്മുടെ ഡ്രസ്സിൻ്റെ താഴ്ഭാഗം വരെ നമുക്കിത് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാ രണ്ട് ക്ലോത്തും ഒരേപോലെ വരുന്ന രീതിയിൽ നമുക്ക് കിട്ടൂട്ടോ. കറക്റ്റ് അളവാണ്. നമ്മൾ 12 ഇഞ്ച് തന്നെ കട്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് തന്നെ വരും. നമ്മൾ 2 സൈഡും സ്ലീവിൻ്റെ ആ ഒരു സ്ലീവ് റൗണ്ട് മുതൽ നമ്മുടെ ഡ്രസ്സിൻ്റെ താഴ്ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തിട്ട് 1 ഇഞ്ച് വീതിയിൽ നമുക്ക് തയ്ച്ചിട്ട് ഈ താഴ്ഭാഗം കൂടി മടക്കി തയ്ച്ചെടുത്താൽ നമ്മുടെ ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് തീർന്നു കേട്ടോ. അപ്പോൾ നമ്മളതുപോലെ ഞാൻ പറഞ്ഞ പോലെ 2 സൈഡും കൂട്ടി തയ്ച്ചെടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ താഴ്ഭാഗവും നമ്മൾ മടക്കി തയ്ച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രസ്സ് ഇട്ട് നോക്കിയിട്ട് ഷേപ്പാക്കുക ചെയ്യാം. അല്ല നമുക്ക് അളവുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് അളവുകളൊക്കെ അവിടെ അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് യോജിപ്പിച്ച് വരച്ച് അതിലൂടെ തയ്ച്ച് സെറ്റാക്കി എടുക്കുകയും ചെയ്യാം കേട്ടോ. ഞാൻ കരുതി മോള് വന്നിട്ട് ഇട്ട് നോക്കിയിട്ട് ഷേപ്പാക്കാമെന്ന് കരുതി. അപ്പം ഇതാണ് ഈ ഒരു ഡ്രസ്സിൻ്റെ ലാസ്റ്റ് ലുക്ക്. അപ്പോൾ നമ്മൾ ആ ഒരു ചുരിദാറിൻ്റെ ബിറ്റാന്നേ തോന്നില്ല. എനിക്ക് ഈ കുർത്തി ഇടാൻ പറ്റില്ല, കുർത്തി മടിയാണ് അവൾക്ക് ഇടാൻ. അപ്പോൾ അത് എന്തെങ്കിലും ഒരു ഡിസൈനിൽ എനിക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടാൻ പറ്റിയെന്ന് പറയുന്നു. അപ്പോൾ അവൾക്കറിയില്ല ഡ്രസ്സ് ഞാൻ ഈ മോഡലിലാണ് തയ്ക്കണതൊന്നും അവൾക്കറിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഏതായാലും അവൾക്കൊന്ന് കാണിച്ചു കൊടുത്തോ. മോൾ ഇട്ടിട്ടുള്ളത് എങ്ങനെയാണെന്നും നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ മുഴുവനായിട്ടുള്ള ലുക്ക്. നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് ഈ ലേസൊക്കെ വെച്ചതുകൊണ്ട് ഒന്നുകൂടി ഒരു ഭംഗിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മോളിട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് മോളിട്ടിട്ടുള്ള ലാസ്റ്റ് ലുക്ക് കേട്ടോ. ആ മുന്നിൽ നമ്മൾ ആ ലേസൊക്കെ വെച്ച് കൊടുത്തിട്ട് ഫ്രണ്ട് ഭാഗത്ത് ആ ചെറിയൊരു എന്താ പറയുക ഒരു തിളക്കം ഇങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു പാർട്ടി വെയർ ആയിട്ടും ഉപയോഗിക്കാം. ആ സ്ലീവിലും ഒക്കെ നമ്മൾ ആ ഒരു സംഭവം വെച്ചതുകൊണ്ട്. അതുപോലെ ഇതിപ്പോൾ നമ്മളൊരു കുർത്തി പാൻറ്റുമാണ് തയ്ച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത്ര ഭംഗി എന്തായാലും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു മോഡൽ മോൾക്കിട്ടിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു. അവളിപ്പോൾ ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിട്ടപ്പോൾ നമുക്ക് ഇനി ഇത് പറ്റുമെന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇട്ടപ്പോൾ നല്ല അടിപൊളി ലുക്ക്. അവൾക്കും ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.